ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന നസറേനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ക്രിസ്തു സമൂഹത്തിനകത്താണ് ഏറ്റവും കൂടുതൽ സന്തോഷക്കുറവുള്ളത്. പലരും ആരാധിക്കുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്, എല്ലാ ആഴ്ചകളിലും സഭയിൽ വന്ന് നല്ല ദൈവിക ദൂതുകൾ കൈപ്പറ്റുന്നുണ്ട്. പക്ഷെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ പലരുടെയും മുഖത്ത് ഒരു മ്ലാനതയുണ്ട്, ഒരു സന്തോഷക്കുറവുണ്ട്. പക്ഷെ അവർ ഈ മനുഷ്യരിൽ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെയാണ്. വിളിച്ച ദൈവത്തിൽ വിശ്വാസത്തോടു കൂടി ആശ്രയം വയ്ക്കുന്നുണ്ടെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറത്തില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിളിച്ചു വേർതിരിച്ച ഭക്തന്മാരെ നാം ഒന്ന് പുനഃപരിശോധിച്ചാൽ അവരെ എല്ലാം വിളിച്ചിറക്കിയ ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ തയ്യാറായി. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ നാം കേൾക്കുന്ന അനുഗ്രഹത്തിന്റെ മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷ മേഖലകൾക്കകത്ത് നമ്മുടെ തലമുറകൾക്കകത്തൊക്കെ ഒരു അനുഗ്രഹവും സമാധാനവും സന്തോഷവും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. 37-ാം സങ്കീർത്തനം 23-ഉം 24-ഉം വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. അവൻ വീണാലും നിലം പരിച ആകുകയില്ല. യഹോവ അവനെ കൈ പിടിച്ചു താങ്ങുന്നു. ആമേൻ. ഒരു അനുഗ്രഹത്തിന്റെയും ഒരു വിശ്വാസത്തിന്റെയും വചനമാണ്. കാരണം ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ, അവന്റെ മുൻഗമനത്തെ ദൈവം എന്ത് ചെയ്യുന്നു? സ്ഥിരമാക്കുകയാണ്. ഇവിടെ ഇതാ ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. ദാവീദിന്റെ ജീവിതം പുനഃപരിശോധിച്ചാൽ അവൻ ആർക്കും വേണ്ടാത്തവനായിരുന്നു, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു. കുടുംബത്തിനകത്തും അവൻ സമൂഹത്തിനകത്തും ഒറ്റപ്പെട്ടവനായിരുന്നു. അവനെ ഏൽപ്പിച്ച ആടുകളുമായി കാട്ടിനകത്ത് ഒറ്റയ്ക്ക് ജീവിച്ചവനായിരുന്നു. പക്ഷേ അവനും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം അവനെ കൊണ്ടെത്തിച്ചത് എവിടെയെന്നറിയാമോ? ഇസ്രായേലിന്റെ 2ാമത്തെ മധുരഗായകനായ രാജാവായിട്ടാണ്. എന്തുകൊണ്ടെന്നറിയാമോ? വിളിച്ചത് ദൈവമാണെന്നും അഭിഷേകം ചെയ്തത് ദൈവമാണെന്നും ആർക്ക് മനസ്സിലായി? ദാവീദിന് മനസ്സിലായി. പലപ്പോഴും നമ്മൾ എവിടെയൊക്കെ വീണു പോകുന്നുണ്ട്, എവിടെയൊക്കെ പതറിപ്പോകുന്നുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത നിലവാരത്തിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പതറിപ്പോകുന്നുണ്ട്. പല വിധത്തിലും നമ്മൾ പ്രയാസത്തിലും ഡിപ്രഷനുമായി പോകാറുണ്ട്. പക്ഷെ ഒരു കാര്യം സഹോദരി, അഭിഷിക്തന്മാരെ, കൂടപ്പിറപ്പുകളെ, സുഹൃത്തുക്കളെ വിളിച്ചു പറയുന്നു. വിളിച്ച ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇതാ ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ ദൈവം അവന്റെ ആ ഗമനത്തെ സ്ഥിരമാക്കുകയാണ്. അവൻ വീണാലും നിലം പരിചയാകുകയില്ല. കാരണം എന്താ? യഹോവ അവനെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ദൈവം ഒരുവനെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. വിളിച്ച ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതികൂലങ്ങൾ സംഭവിച്ചാലും, ഏതൊക്കെ വിധത്തിൽ അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ ഇല്ലാതാക്കുവാൻ പിശാച് തന്റെ സകല ആയുധങ്ങൾ എടുത്താലും ദൈവം അവന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ദാവീദിന്റെ ജീവിതം നമ്മെ അങ്ങനെ വിളിച്ചു കാണിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഏതൊക്കെ അവസ്ഥകൾ നിങ്ങൾ ആയിരിക്കുന്നുവെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളുടെ ശുശ്രൂഷ മേഖലകൾക്കകത്ത് എന്തെങ്കിലും തടസ്സമുണ്ടോ? ആരെങ്കിലും നിങ്ങളെ കുതികാൽ വെട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ വഴി അടച്ചിട്ടുണ്ടോ? ഒന്നുകൊണ്ട് പതറിപ്പോകരുത്. ഈ ദിവസങ്ങളിൽ ആരും കാണാത്ത ചില പുതുവഴികൾ സ്വർഗം നിങ്ങൾക്കായി തുറക്കുന്നു. അങ്ങനത്തെ ചില ദിവസങ്ങളും മാസങ്ങളുമായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിന്നെ വിളിച്ചത് ദൈവമാണ്. ചർച്ചക്കാരും ബന്ധുക്കളും പഞ്ചായത്ത് പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒന്നുമല്ല നിന്നെ വിളിച്ചത് യേശുവാണ്. ആ യേശു നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ആ യേശുവിന്റെ കൈക്കകത്ത് നീ ഒരു നല്ല കളിമണ്ണാണെങ്കിൽ ആ ദൈവം നിന്നെ ഒരു നാളും കൈവിടത്തില്ല. ആ ദൈവം നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ആ ദൈവം നിന്നെ ഒരു നാളും മറന്നു കളയത്തില്ല. നിന്നെ അനുഗ്രഹിക്കാതെ ദൈവം പോകത്തില്ല. ഇന്ന് പകൽക്കാലം എവിടെയൊക്കെ ആരൊക്കെ ഞെരുങ്ങുന്നുണ്ടല്ലോ, ആരൊക്കെ പ്രാവ് കുറുകുന്നത് പോലെ കുറുകുന്നുണ്ടല്ലോ. പക്ഷെ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ വിളിച്ചു പറ, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്റെ കൈക്ക് പിടിച്ച് എന്നെ വഴി നടത്തുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിൽ ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു നല്ല ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.